Hi dears, welcome back. ഇന്ന് 1 kg റെഡ് വെൽവെറ്റ് കേക്കിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബേസിക് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ് ചേർത്തിട്ട് ഇതൊന്ന് കേടിലാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ലൈറ്റ് കളർ കൊക്കോ പൗഡറും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 തവണ അരിച്ചെടുക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 മീഡിയം സൈസിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഗ് വൈറ്റിൽ യോക്കിൻ്റെ അംശം ഒട്ടും തന്നെ പെടാൻ പാടില്ല. എന്നാലേ ഈ എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ല പീക്ക് ഫോം ചെയ്യുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് ചേർക്കുമ്പോൾ തന്നെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലേ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ ഓരോ യോക്ക് വീതം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ യോക്കും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1-2 മിനിറ്റോളം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബേക്കേഴ്സിൻ്റെ സൂപ്പർ റെഡ് ജെൽ കളറാണ്. ഇനി കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ ഈ ബട്ടർ മിൽക്കും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ മെല്ലെ മെല്ലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഒന്നും താന്നു പോവരുത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കളർ കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റോളാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം ഒന്ന് ചൂട് മാറിയ ശേഷം ഈ ടിന്നിൽ നിന്നും പുറത്ത് വെച്ചിട്ടുണ്ട്. ടിന്നിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ക്രിസ്പി ആയിട്ട് പോവും. അതിനുശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ കേക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണിത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നും ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ക്രംസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3 ലെയറും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.